കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടെ ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഈ തലമുറയിൽ കർത്താവ് നമുക്ക് നൽകുന്ന സൗഖ്യത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് യേശു കർത്താവിൻ്റെ ക്രൂശ് മരണമാണ്. നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിനായിട്ടും നമ്മുടെ ശാരീരിക സൗഖ്യത്തിന് വേണ്ടിയിട്ടും നമുക്ക് പകരമായി കാൽവരി ക്രൂശിൽ യാഗമായി തീർന്ന ലോകത്തിലെ ഏക രക്ഷകനെന്ന് വിശേഷിപ്പിക്കുന്നയാളാണ് യേശു കർത്താവ്, അല്ലേ? നമുക്കറിയാം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് യേശുവിനോട് തുല്യം പറയാൻ വേറൊരാൾ ഉലകത്തിൽ ഇല്ല. നമുക്കറിയാം, നമ്മളിവിടെ പല സ്നേഹങ്ങളുമുണ്ട്. അപ്പന് മക്കളോട് തോന്നുന്ന സ്നേഹം, അമ്മയ്ക്ക് മക്കളോട് തോന്നുന്ന സ്നേഹം, മക്കൾക്ക് അപ്പനമ്മമാരോട് തോന്നുന്ന സ്നേഹം, ഒരു ഭാര്യയ്ക്ക് ഭർത്താവിന് അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നുന്ന സ്നേഹം, കുട്ടികൾക്ക് ടീച്ചേഴ്സിനോട് തോന്നുന്ന, ഇങ്ങനെ പലതരത്തിലുള്ള സ്നേഹമുണ്ട്. ഈ സ്നേഹങ്ങൾക്കെല്ലാം ലിമിറ്റേഷൻസ് ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിഞ്ഞേ ഒക്കത്തുള്ളൂ. ഇതിനെല്ലാത്തിനും ലിമിറ്റേഷൻസ് ഉണ്ട്. ഒരു ലിമിറ്റിനപ്പുറത്തേക്ക് ഇതൊന്നും പോകത്തില്ല. എവിടെയെങ്കിലുമൊക്കെ മനുഷ്യനാണോ അല്ലെങ്കിൽ മനുഷ്യബന്ധങ്ങളാണോ ഇത് എല്ലാ കാലത്തും ഒരുപോലെ ഇരിക്കത്തില്ല. നിശ്ചയമായിട്ട് ഇത് മുറിയുന്നൊരു സമയം വരും. അത് മുറിയുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം, മുറിയും എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നമ്മൾ ശ്രദ്ധിക്കണം. അത് നിലനിൽക്കുന്നതല്ല, അത് നശിക്കുന്നതാണ്, ശാശ്വതമല്ല. അത് മുറിഞ്ഞു പോകുന്നൊരു സാരം. ഒരു കുറച്ചുകൂടെ ഇറങ്ങി പറഞ്ഞാൽ മരണത്തിലൂടെ എങ്കിലും അത് മുറിഞ്ഞേ ഒക്കത്തുള്ളൂ. കാര്യം ഒന്നും നിലനിൽക്കുന്ന മേഖല അല്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ നമ്മൾ ജീവൻ നൽകി സ്നേഹിച്ച ഒരേ ഒരാൾ ദൈവപുത്രനായ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു മാത്രമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ വിശ്വസിക്കുന്ന ഈ നാമം ഏറ്റവും ഉന്നതമായ നാമമെന്ന് നമ്മൾ പറയുന്നതിൻ്റെ കാരണം. എങ്ങനെയാണ് യേശു കർത്താവ് നമുക്ക് വേണ്ടി മരിപ്പാനിട വന്നത്? ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് നമ്മൾ വായിച്ച വാക്യത്തിൻ്റെ 5-ാം വാക്യത്തിലേക്ക് നിങ്ങൾ വരണം. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേൽ ആയി, അവൻ്റെ അടിപ്പിണരുകളാൽ, അവിടെ പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അപ്പോൾ അടിപ്പിണര് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ശിക്ഷയ്ക്കേറ്റ മുറിവാണ്, ശിക്ഷയ്ക്കേറ്റ അടിയാണ്. അതിൽ നിന്നാണ് കർത്താവ് നമുക്ക് സൗഖ്യം നൽകിയത്. ശ്രദ്ധിക്കുന്നുണ്ടോ? യേശു കർത്താവ് എന്തിനാണ് അടിയേറ്റത്? യേശു കർത്താവ് എന്തിനാണ് മുറിവേറ്റത് എന്ന് ചോദിച്ചാൽ, ഒന്ന് അവിടെ പറയുന്ന ആ ഭാഗം ശ്രദ്ധിക്കും, നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തവും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തമാണ്. അതിക്രമം നിമിത്തമാണ്, അകൃത്യങ്ങൾ നിമിത്തമാണ് യേശു കർത്താവ് അടിയേറ്റത്. ആ അടിയാണ് നമ്മുടെ സൗഖ്യത്തിന് കാരണമായി തീരുവാൻ തക്കവണ്ണം ഇടവന്നത്. എത്ര പേർക്ക് ഈ വാക്യത്തോട് ചേർന്ന് ആമേൻ പറയാൻ കഴിയും? കാര്യം നമ്മൾ ചെയ്തത് പാപമാണ്, നമ്മൾ ചെയ്തത് അകൃത്യമാണ്, നമ്മൾ ചെയ്തത് അതിക്രമമാണ്. അതിനേറ്റ മുറിവാണ് യേശുവിൻ്റെ മേൽ വെളിപ്പെട്ടത്. ആ മുറിവാണ് നമുക്ക് സൗഖ്യമായിട്ട് വെളിപ്പെട്ടത്, അല്ലേ? അങ്ങനെയെങ്കിൽ ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക, നമ്മുടെ പാപത്തിന് പകരമായി ഏറ്റ മുറിവാണ് നമ്മുടെ സൗഖ്യത്തിന് കാരണമായതെങ്കിൽ ആ ക്രൂശിൽ കിടക്കുന്ന യേശു കർത്താവിന് ഇന്ന് ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ തയ്യാറെങ്കിൽ നിങ്ങളുടെ സകല വിഷയത്തിനകത്ത് പരിഹാരം നൽകാൻ കഴിയുന്ന ഒരു കർത്താവ് നമുക്ക് വേണ്ടി ഉണ്ട് എന്നുള്ള കാര്യം മറക്കരുത്. 1 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യം നിങ്ങളൊന്ന് ചിന്തിച്ച്, അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി, അവൻ്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. യേശു കർത്താവിൻ്റെ ശരീരത്തിലേറ്റ മുറിവാണ് നമ്മുടെ സൗഖ്യത്തിന് കാരണമായതെങ്കിൽ ആ സൗഖ്യം നമ്മുടെ മേൽ നിലനിൽക്കുവാൻ തക്കവണ്ണം ഇടവരും. ആ സൗഖ്യത്തിന് വേണ്ടി നമ്മൾ ഏത് രോഗം നിങ്ങളെ ഭരിക്കുന്നെങ്കിലും, ഏത് പ്രയാസം നിങ്ങളെ അലട്ടുന്നെങ്കിലും, ഇന്ന് പ്രഭാതത്തിൽ യേശുവിൻ്റെ ക്രൂശിനെ ധ്യാനിച്ചാൽ ഏത് രോഗവും നിങ്ങളെ വിട്ട് മാറുവാൻ തക്കവണ്ണം ഇടവരും. കർത്താവ് സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ സന്ദേശത്തിനാണ് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ്. അവിടെ നിന്ന് ചിറകിടി മറിക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യും. സന്ദേശം അനേകായിരങ്ങൾക്ക് പ്രയോജനകരമാകണം. ഈ സന്ദേശം അനേകരുടെ ശാരീരിക സൗഖ്യത്തിന് കാരണമാകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. രോഗങ്ങൾ സൗഖ്യമാകട്ടെ. സ്തോത്രം. പീഡിതർ വിടുവിക്കപ്പെടട്ടെ. അത്ഭുതങ്ങൾ ചെയ്യും. മഹത്വം അങ്ങേക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.